ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എയ്സാപ്പിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ പേര് ആരോമൽ എന്നാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ബയോളജിയിൽ ഈ കഴിഞ്ഞ 2026 ചോദിച്ച ചില ക്വസ്റ്റ്യൻസും അതിൻ്റെ ഉത്തരവും അതിൻ്റെ വിശകലനവുമാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് നേരിട്ട് കിടക്കാം. ആദ്യത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തെ സംബന്ധിച്ച ചില വിവരങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. അവയിൽ ശരിയായത് ഏത്? ഒന്ന്, പേശികളെ അസ്ഥികളുമായി ബന്ധിപ്പിക്കുന്നത് ലിഗമെൻറ്റുകളാണ്. അപ്പം നമുക്കവിടെ നോക്കാടോ, പേശികളെ അസ്ഥികളുമായി ബന്ധിപ്പിക്കുന്നത് ലിഗമെൻറ്റുകളല്ല, അത് തെറ്റാണ്. പേശികളെ അസ്ഥികളുമായി ബന്ധിപ്പിക്കുന്നത് ടെൻഡനുകളാണ്. പേശികളെ അസ്ഥികളുമായി ബന്ധിപ്പിക്കുന്നത് ടെൻഡനുകളാണ്, ലിഗമെൻറ്റുകളല്ല. അപ്പം ലിഗമെൻറ്റുകൾ എന്താ ചെയ്യുന്നത്? അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതാണ് ലിഗമെൻറ്റ്. അപ്പോൾ രണ്ട് ബോൺസിനെ പരസ്പരം കണക്ട് ചെയ്യുന്ന ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂ അല്ലെങ്കിൽ എന്താ പറയുക ഒരു നാരുകലയാണ് ലിഗമെൻറ്റ്. എന്നാൽ അസ്ഥികളെ പേശികളുമായി ബന്ധിപ്പിക്കുന്നത് ടെൻഡനുകളാണ്. ഓർമ്മിക്കുക, എല്ലാ അസ്ഥിപേശികളുടെയും ഒരറ്റം എന്ത് ചെയ്യണോ? നമ്മുടെ ഈ പറഞ്ഞ പേശികളുമായിട്ട് ബന്ധിപ്പിക്കപ്പെട്ടിരിക്കും, അല്ലെങ്കിൽ ഒരറ്റം പേശിയും ഒരറ്റം അസ്ഥിയുമായിട്ട് ബന്ധിപ്പിക്കപ്പെട്ടിരിക്കും. എല്ലാ അസ്ഥിപേശികളുടെയും ഒരറ്റം അസ്ഥികളുമായി ബന്ധിപ്പിക്കപ്പെട്ടിരിക്കും. ആ ബന്ധിപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് ടെൻഡനുകൾ കൊണ്ടാണ്. അപ്പോൾ ഈ ടെൻഡനുകൾ മൂവ് ചെയ്യുമ്പോഴാണ് ആ ഒരു മൂവ്മെൻറ്റ് മൊത്തത്തിൽ സാധ്യമാവുക. എന്നാൽ അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്ന യോജകലയാണ് ലിഗമെൻറ്റ്. അപ്പോൾ ഇവിടെ പേശികൾ മാറി അസ്ഥികളാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് ലിഗമെൻറ്റ് എന്ന് പറയാം. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. രണ്ട്, ത്വക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് മെലാനിൻ. അത് ശരിയാണ്. മെലാനിൻ ഒരു പ്രോട്ടീനാണ്. ത്വക്കിന് നിറം നൽകുന്ന ഒരു വർണ്ണവസ്തു തന്നെയാണ് ഇത് മെലാനിൻ. അപ്പോൾ നമ്മുടെ ത്വക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തു തന്നെയാണ് മെലാനിൻ. ഓക്കെ, അങ്ങനെയെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ആ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ശരിയാക്കാം. അപ്പോഴേ നമ്മുടെ ത്വക്കിൽ കാണപ്പെടുന്ന മെലാനിൻ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങൾ ഏതാ? ത്വക്കിൽ കാണപ്പെടുന്ന മെലാനിൻ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളാണ് മെലനോസൈറ്റുകൾ. ത്വക്കിൽ കാണപ്പെടുന്ന മെലാനിൻ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളെ നമ്മൾ പറയുന്നത് മെലനോസൈറ്റുകൾ. അപ്പോൾ ഈ മെലാനിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഈ കോശങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള മ്യൂട്ടേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിക്കും? സ്കിൻ ക്യാൻസറിന് കാരണമാവും. അപ്പോൾ സ്കിൻ ക്യാൻസറിന് കാരണമാവുന്നത് ഈ മെലനോസൈറ്റുകൾക്കുണ്ടാകുന്ന മ്യൂട്ടേഷനാണ്. അപ്പോൾ സ്കിൻ ക്യാൻസറിൻ്റെ മറ്റൊരു പേരാണ് മെലനോമ. അപ്പോൾ മെലനോമ എന്ന് പറഞ്ഞാൽ സ്കിൻ ക്യാൻസർ ആണെന്ന് കൂടെ ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ ഏത് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് അങ്ങോട്ട് പോയത്? ത്വക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് മെലാനിൻ. ആ പ്രസ്താവന ശരിയാണ്. അപ്പോൾ മെലാനിൻ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെലനോസൈറ്റ്. അപ്പോൾ ഈ മെലനോസൈറ്റ് ൾക്ക് എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു മ്യൂട്ടേഷനോ മറ്റോ സംഭവിച്ചു കഴിഞ്ഞാൽ അത് എന്തിലേക്ക് മാറും? സ്കിൻ ക്യാൻസറിലേക്ക് മാറും. സ്കിൻ ക്യാൻസർ അറിയപ്പെടുന്ന പേരാണ് മെലനോമ. അപ്പോൾ മെലനോമ എന്ന് പറഞ്ഞാൽ ആരാ? സ്കിൻ ക്യാൻസർ. മെലനോമ എന്ന് ഉദ്ദേശിക്കുന്നത് സ്കിൻ ക്യാൻസറിനെയാണെന്ന് കൂടെ ഓർത്തിരിക്കുക. അപ്പോഴേ ക്യാൻസറിന് കാരണമാകുന്ന ജീനുകളെ പൊതുവെ പറയുന്ന പേരെന്താ? ക്യാൻസറിന് കാരണമാകുന്ന ജീനുകളെ പൊതുവെ പറയുന്ന പേരാണ് ഓങ്കോജീനുകൾ. ക്യാൻസറിന് കാരണമാകുന്ന ജീനുകളെ പൊതുവെ പറയുന്ന പേര് ഓങ്കോജീനുകൾ എന്നാണ്. അതേപോലെ തന്നെ അപ്പോൾ ക്യാൻസറിനെ കുറിച്ചുള്ള പഠനമാണ് ഓങ്കോളജി. ക്യാൻസറിന് കാരണമാകുന്ന ജീനുകൾ ഓങ്കോജീനുകൾ, ക്യാൻസറിനെ കുറിച്ചുള്ള പഠനമാണ് ഓങ്കോളജി. ക്യാൻസർ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കോശങ്ങൾക്ക് ഉണ്ടാകുന്ന അനിയന്ത്രിതമായിട്ടുള്ള വളർച്ച, അനിയന്ത്രിതമായിട്ടുള്ള ഒരു മൾട്ടിപ്ലിക്കേഷനാണ് നമ്മൾ എന്ത് വിളിക്കുക? ക്യാൻസർ എന്ന് പറയുക കേട്ടോ, ക്യാൻസർ. അപ്പോൾ ക്യാൻസറിൻ്റെ പരിശോധന എന്താണ്? പൊതുവെ ഒരു ടിഷ്യൂ നമ്മൾ ക്യാൻസർ പരിശോധിക്കുകയാണെങ്കിൽ അത് നമ്മൾ പറയുന്ന പേര് ബയോപ്സി എന്നാണ്. ക്യാൻസറിൻ്റെ പരിശോധനയെ നമ്മൾ പറയുന്നത് ബയോപ്സി എന്നാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ സ്തനാർബുദ പരിശോധന അറിയപ്പെടുന്നത് മാമോഗ്രാം. ക്യാൻസറിൻ്റെ പരിശോധന ബയോപ്സിയും സ്തനാർബുദ പരിശോധന മാമോഗ്രാമുമാണ്. അങ്ങനെയെങ്കിൽ ഗർഭാശയഗള ക്യാൻസർ അഥവാ സെർവിക്കൽ ക്യാൻസറിൻ്റെ പരിശോധന, ഗർഭാശയഗള ക്യാൻസർ അല്ലെങ്കിൽ സെർവിക്കൽ ക്യാൻസറിൻ്റെ പരിശോധന പാപ്സ്മിയർ ടെസ്റ്റ്. ഗർഭാശയഗള ക്യാൻസർ അല്ലെങ്കിൽ സെർവിക്കൽ ക്യാൻസറിൻ്റെ പരിശോധന പാപ്സ്മിയർ ടെസ്റ്റ്. അപ്പോൾ നമ്മൾ ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് പറഞ്ഞത്? ത്വക്കിലെ അർബുദം അല്ലെങ്കിൽ സ്കിൻ ക്യാൻസർ അറിയപ്പെടുന്നത് മെലനോമ. ക്യാൻസറിന് കാരണമാകുന്ന ജീനുകളാണ് ഓങ്കോജീനുകൾ. ക്യാൻസറിനെ കുറിച്ചുള്ള പഠനമാണ് ഓങ്കോളജി. അപ്പോൾ അതുപോലെ നമ്മുടെ ക്യാൻസറിൻ്റെ പരിശോധന ബയോപ്സി. ദെൻ നമ്മുടെ സ്തനാർബുദമാണെങ്കിൽ അത് മാമോഗ്രാം. അതേപോലെ ഗർഭാശയഗള ക്യാൻസർ അല്ലെങ്കിൽ സെർവിക്കൽ ക്യാൻസറിൻ്റെ പരിശോധന പാപ്സ്മിയർ ടെസ്റ്റ്. ക്യാൻസറിന് നൽകുന്ന മരുന്നുകൾ റേഡിയേഷനും കീമോതെറാപ്പിയുമാണെന്ന് ഓർത്തിരിക്കുക. ക്യാൻസറിന് നൽകുന്ന മരുന്നുകൾ റേഡിയേഷനും കീമോതെറാപ്പിയുമാണ്. അപ്പോൾ തിരിച്ചു വരാം. ത്വക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് മെലാനിൻ. രണ്ടാമത്തെ പ്രസ്താവന ശരി. അടുത്ത്, കണ്ണിലെ ലെൻസിനെ സ്ഥാനത്ത് ഉറപ്പിച്ച് നിർത്തുന്നത് റേഡിയൽ പേശികളാണ്. ശ്രദ്ധിക്കുക, കണ്ണിലെ ലെൻസിനെ സ്ഥാനത്ത് ഉറപ്പിച്ച് നിർത്തുന്നത് റേഡിയൽ പേശികളാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അവിടെ അത് തെറ്റാണ്. കണ്ണിലെ ലെൻസിനെ ആ സ്ഥാനത്ത് ഉറപ്പിച്ച് നിർത്തുന്നത് സീലിയറി പേശികളാണ്. ഓക്കെ, അപ്പോൾ കണ്ണിലെ ആ ലെൻസിനെ ആ സ്ഥാനത്ത് ഉറപ്പിച്ച് നിർത്തുന്നത് സീലിയറി പേശികളാണ്. റേഡിയൽ പേശികളല്ല, സീലിയറി പേശികളാണ്.
സീലിയറി മസിൽസ് ആണ് കണ്ണിൽ. സീലിയറി മസിൽസും അതേപോലെ സ്നായുക്കൾ ലിഗമെൻറ്റും ചേർന്നിട്ടാണ് നമ്മുടെ ലെൻസിനെ കണ്ണിൽ ഉറപ്പിച്ച് നിർത്തുന്നത്. അപ്പോഴേ റേഡിയൽ പേശികൾ എവിടെ കാണുന്നത്? വലയ പേശികളും റേഡിയൽ പേശികളും കാണുന്നത് നമ്മുടെ കണ്ണിൽ എന്താ പറയുക, പ്യൂപ്പിളിലാണ് കേട്ടോ. പ്യൂപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിൽ ഐറിസിൻ്റെ മധ്യത്തായിട്ടൊരു സുഷിരമുണ്ട്. ആ സുഷിരത്തെ നമ്മൾ പറയുന്ന പേരാണ് പ്യൂപ്പിൾ. ആ പ്യൂപ്പിളിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഒരു അപ്പർച്ചർ അല്ലെങ്കിൽ എന്താ പറയുക, അത് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യില്ല. ഈ പ്യൂപ്പിൾ പ്രകാശത്തിനനുസരിച്ച്, പ്രകാശ തീവ്രതയ്ക്കനുസരിച്ച് എന്ത് ചെയ്യണോ, ഈ പ്യൂപ്പിൾ വലുതാവുകയും ചെറുതാവുകയും ചെയ്യും. പ്രകാശ തീവ്രത കൂടുമ്പോൾ കണ്ണിലെ പ്യൂപ്പിൾ ചുരുങ്ങും, പ്രകാശ തീവ്രത കുറയുമ്പോൾ പ്യൂപ്പിൾ ഡയലേറ്റ് ചെയ്യും. അതിന് സഹായിക്കുന്ന പേശികളാണ് വലയ പേശികളും ദീർഘപേശികളും, അല്ലെങ്കിൽ റേഡിയൽ മസിൽസും സർക്കുലാർ മസിൽസും. അതുകൂടെ ഓർത്തിരിക്കുക. അപ്പോൾ കണ്ണിലെ ലെൻസിനെ ആ സ്ഥാനത്ത് ഉറപ്പിച്ച് നിർത്തുന്നത് റേഡിയൽ പേശികളാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റ്. അവിടെ വരേണ്ടത് സീലിയറി പേശികളെന്നാണ്. അങ്ങനെയെങ്കിലും ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആൻസർ കമൻറ്റ് ചെയ്ത് പോവുക. എൻ്റെ ചോദ്യം ഇതാണ്: കണ്ണിലെ ലെൻസ് നിർമ്മിച്ചിരിക്കുന്ന പ്രത്യേകതരം പ്രോട്ടീനുകൾ ഏതാണ്? കണ്ണിലെ ലെൻസ് നിർമ്മിച്ചിരിക്കുന്ന പ്രത്യേകതരം പ്രോട്ടീനുകൾ. കണ്ണിലെ ലെൻസ് നിർമ്മിച്ചിരിക്കുന്ന പ്രത്യേകതരം പ്രോട്ടീനുകളാണ് ക്രിസ്റ്റലീൻ. നമ്മുടെ മനുഷ്യൻ്റെ കണ്ണിലെ ലെൻസ് നിർമ്മിച്ചിരിക്കുന്ന പ്രത്യേകതരം പ്രോട്ടീനുകളാണ് ക്രിസ്റ്റലീൻ. ലെൻസ് നിർമ്മിച്ചിരിക്കുന്ന പ്രത്യേകതരം പ്രോട്ടീൻ ഏതെന്ന് ചോദിച്ചാൽ അതേതാണ്? അത് ക്രിസ്റ്റലീൻ. കണ്ണിൽ ലെൻസ് നിർമ്മിച്ചിരിക്കുന്ന പ്രത്യേകതരം പ്രോട്ടീനുകളാണ് ക്രിസ്റ്റലീൻ. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? മനുഷ്യരത്തെ സംബന്ധിച്ച് ചില പ്രസ്താവനകൾ തന്നിട്ടുണ്ട്, ശരിയായി തിരഞ്ഞെടുക്കുക. 1 തെറ്റാന്ന് മനസ്സിലായി, 2 ശരിയാണ്, 3 തെറ്റാണ്. നമുക്കടുത്ത് 4ലേക്ക് പോകാം. 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്: വേഗസ് നാഡി ഒരു സുഷുപ്നാ നാഡിക്ക് ഉദാഹരണമാണ്. തെറ്റ്. വേഗസ് നാഡി ഒരു സുഷുപ്നാ നാഡി അല്ല, വേഗസ് നാഡി ഒരു ശിരോനാഡികളാണ്. അപ്പോൾ വിവിധ ശരീരഭാഗങ്ങളിൽ നിന്ന് നമ്മുടെ തലച്ചോറുമായിട്ടും സുഷുപ്നയുമായിട്ടും ബന്ധപ്പെടുന്ന ഒരുപാട് നാഡികൾ ഉണ്ടായിരിക്കും. ഈ നാഡികൾ നമുക്ക് 2ആയി ക്ലാസിഫൈ ചെയ്യാം. മസ്തിഷ്കവുമായി ബന്ധപ്പെടുന്ന നാഡികൾ, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനുമായിട്ട് ബന്ധപ്പെടുന്ന നാഡികളാണ് ശിരോനാഡികൾ. മസ്തിഷ്കം അല്ലെങ്കിൽ ബ്രെയിനുമായി ബന്ധപ്പെടുന്ന നാഡികളാണ് ശിരോനാഡികൾ. ശിരോനാഡികളുടെ എണ്ണം 12 ജോഡി. ശിരോനാഡികളുടെ എണ്ണം 12 ജോഡി. എന്നാൽ ഏറ്റവും നീളം കൂടിയ ശിരോനാഡിയാണ് വേഗസ് നാഡി. ശിരോനാഡി അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ക്രേനിയൽ നെർവ് എന്ന് പറയും കേട്ടോ. LGS എക്സാമൊക്കെ ഉള്ള ആൾക്കാർ ശ്രദ്ധിച്ചോളുക. മസ്തിഷ്കവുമായി ബന്ധപ്പെടുന്ന നാഡികളാണ് ശിരോനാഡികൾ. ശിരോനാഡികളുടെ എണ്ണം 12 ജോഡിയാണ്. അതിൽ ഏറ്റവും നീളം കൂടിയ ശിരോനാഡിയാണ് വേഗസ് നാഡി. വേഗസ് നാഡി 10ാമത്തെ ശിരോനാഡി. CN എന്ന് വെച്ചാൽ ക്രേനിയൽ നെർവ്. വേഗസ് നാഡി 10ാമത്തെ ശിരോനാഡിയാണ്. എന്നാൽ സുഷുപ്നയുമായി ബന്ധപ്പെടുന്ന നാഡികൾ അറിയപ്പെടുന്നത് സുഷുപ്നാ നാഡികൾ എന്നാണ്. സുഷുപ്നയുമായി ബന്ധപ്പെടുന്ന നാഡികൾ അറിയപ്പെടുന്ന എന്ത് നാഡികൾ എന്നാണോ? സുഷുപ്നാ നാഡികൾ എന്നാണ്. സുഷുപ്നാ നാഡികളുടെ എണ്ണം 31 ജോഡി. സുഷുപ്നാ നാഡികളുടെ എണ്ണം 31 ജോഡി. അപ്പോൾ 12 ജോഡി ശിരോനാഡികളും ഉണ്ട്, 31 ജോഡി സുഷുപ്നാ നാഡികളും ഉണ്ട്. അപ്പോൾ ഈ 12 ജോഡി ശിരോനാഡികളും 31 സുഷുപ്നാ നാഡികളും ഉൾപ്പെടെ നമ്മുടെ ആകെ നാഡികളുടെ എണ്ണം 43 ജോഡി. ആകെ നാഡികൾ കഴിഞ്ഞൊരു പ്രിലിംസിന് ചോദിച്ച ചോദ്യമാണ്. ആകെ നാഡികളുടെ എണ്ണം 43 ജോഡി. ആകെ നാഡികളുടെ എണ്ണം 43 ജോഡി. 12 ജോഡി ശിരോനാഡികളും 31 ജോഡി സുഷുപ്നാ നാഡികളും ഉൾപ്പെടെ ആകെ നാഡികളുടെ എണ്ണം 43 ജോഡിയാണ്. ഓർത്തിരിക്കുക. ഏറ്റവും നീളം കൂടിയ നാഡി ചോദ്യമാണ്. ഏറ്റവും നീളം കൂടിയ നാഡി ഏതെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരം സയാറ്റിക് നാഡി. അതൊരു സുഷുപ്നാ നാഡിയാണ് കേട്ടോ. ഏറ്റവും നീളം കൂടിയ നാഡി സയാറ്റിക് നാഡി. ഏറ്റവും നീളം കൂടിയ നാഡി സയാറ്റിക് നാഡി. അപ്പോൾ ഇത്രയും കാര്യം ഞാൻ ഒരിക്കൽ കൂടെ പറയാം. നമുക്ക് വേഗത്തിൽ പഠിക്കണം. വേഗത്തിൽ പഠിച്ചു പോയാലേ കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ മസ്തിഷ്കവുമായി ബന്ധപ്പെടുന്ന നാഡികൾ ശിരോനാഡി, സുഷുപ്നയുമായി ബന്ധപ്പെടുന്ന നാഡികൾ സുഷുപ്നാ നാഡികൾ. ശിരോനാഡികളുടെ എണ്ണം 12 ജോഡി, സുഷുപ്നാ നാഡികളുടെ എണ്ണം 31 ജോഡി. അതിൽ ഏറ്റവും നീളം കൂടിയ ശിരോനാഡിയാണ് വേഗസ് നാഡി. വേഗസ് നാഡി 10ാമത്തെ ശിരോനാഡിയാണ്. എന്നാൽ സുഷുപ്നയുമായി ബന്ധപ്പെടുന്ന നാഡികളൊക്കെ സുഷുപ്നാ നാഡികളാണ്. 31 ജോഡി സുഷുപ്നാ നാഡികളുണ്ട്. നമ്മുടെ ശരീരത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ നാഡിയാണ് ഇത് സയാറ്റിക് നാഡി. നമ്മുടെ ഈ കാലിൻ്റെ ഭാഗത്ത് നിന്ന് സുഷുപ്നയുമായിട്ട് ബന്ധപ്പെടുന്ന നാഡിയാണ് കേട്ടോ സയാറ്റിക് നാഡി. അപ്പോൾ ഇവിടെ ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം എന്തായിരുന്നു? താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. അപ്പോൾ നമുക്ക് നോക്കാമല്ലോ, തിരിച്ചു നോക്കി നോക്കാം. അപ്പോൾ 1ാമത്തെ തെറ്റാണ്, 2ാമത്തെ ശരി, 3 തെറ്റ്, 4 തെറ്റ്. ഉത്തരം ഓപ്ഷൻ സി 2 ഓൺലി. ഓപ്ഷൻ സി 2 ഓൺലി. അപ്പോൾ 2ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ശരി. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. ചോദ്യം ഇതാണ്. അപ്പോൾ രോഗങ്ങളും രോഗകാരികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്. ഇതിൽ രോഗങ്ങൾ ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട്, മറു സൈഡിൽ ഏത് തരം രോഗകാരികളാണെന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ ബ്രോഡ് ക്ലാസിഫിക്കേഷനാണ്. അപ്പോൾ അതിൽ നിന്ന് ഏതാ വരുന്നതെന്ന് നോക്കാം. കുഷ്ഠരോഗം. കുഷ്ഠരോഗത്തിൻ്റെ നേരെ കൊടുത്തിരിക്കുന്നത് വിരകൾ എന്നാണ്. കുഷ്ഠരോഗം ഒരു വിരകൾ ഉണ്ടാക്കുന്ന രോഗമല്ല. കുഷ്ഠരോഗം ഒരു ബാക്ടീരിയ രോഗമാണ്. കുഷ്ഠരോഗത്തിന് കാരണമായ ബാക്ടീരിയ എന്ന് ചോദിച്ചാൽ മൈക്കോബാക്ടീരിയം ലെപ്രെ. മൈക്കോബാക്ടീരിയം ലെപ്രെ. അപ്പോൾ ഈ മൈക്കോബാക്ടീരിയം ലെപ്രെ എന്ന മൈക്രോബാണ് അല്ലെങ്കിൽ ബാക്ടീരിയയാണ് എന്തുണ്ടാക്കുക? കുഷ്ഠരോഗം ഉണ്ടാക്കുന്നത്. അപ്പോൾ കുഷ്ഠരോഗത്തിന് കാരണമായ ഒരു ബാക്ടീരിയ രോഗമാണ്. അപ്പോൾ 1, 4 അല്ലെങ്കിൽ A
4. അപ്പോൾ A4 ആണ്. അപ്പോൾ A4 ആണല്ലേ. അപ്പോൾ നമുക്കിനി നേരെ നമുക്ക് എലിമിനേഷൻ മെത്തേഡ് നോക്കാം. A4 ഉള്ള എത്ര ഓപ്ഷൻ ഉണ്ടെന്ന് നോക്കടാ. A4 ഉള്ള ഓപ്ഷൻ ഉള്ളത് ഓപ്ഷൻ ബി മാത്രമാണ്. ഇതിൽ നിന്ന് തന്നെ അത്യാവശ്യം പരീക്ഷ എഴുതാൻ അറിയാമെന്നുള്ളൊരു ഉദ്യോഗാർത്ഥിക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. കാരണം കുഷ്ഠരോഗം ഒരു ബാക്ടീരിയ രോഗമാണെന്ന് അറിയാമെന്നുള്ള കുട്ടി അവൻ നോക്കും, A4 ബാക്ടീരിയയാണ്. A4 എത്ര ഓപ്ഷൻ ഉണ്ട്? ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. പിന്നെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാര്യം പറഞ്ഞാൽ ഒന്നുകിൽ ആ ചോദ്യം തെറ്റാണ്, അല്ലെങ്കിൽ ഓപ്ഷൻ ബി തന്നെയാണ് ഉത്തരം. ഇത്രയും നോക്കിയാൽ മതി. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഈസി ആയിട്ട് പറഞ്ഞു പോവാം. അത്ലറ്റ്സ് ഫൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഈ കാലിൽ എന്താ പറയുക, മഴക്കാലത്ത് നനഞ്ഞ സോക്സ് മറ്റു കാര്യങ്ങളൊക്കെ ഇടുമ്പോഴോ അല്ലെങ്കിൽ മഴവെള്ളവുമായിട്ട് കോൺടാക്റ്റ് വരുന്ന സമയത്ത് കാലിൽ നമ്മുടെ ഈ കാൽവിരലിന് നോക്കണേ, കാൽവിരലിൻ്റെ ഈ ഭാഗത്തൊക്കെ ഒരു ഫംഗൽ ഗ്രോത്ത് ഉണ്ടാവും. അങ്ങനെ ഒരു ഫംഗൽ ഗ്രോത്ത് ഉണ്ടായിട്ട് ചൊറിച്ചിലും മറ്റു കാര്യങ്ങളൊക്കെ വരും. ആ രോഗമാണ് അത്ലറ്റ്സ് ഫൂട്ട് ഒരു ഫംഗസ് രോഗമാണ്. അപ്പോൾ B3 അത്ലറ്റ്സ് ഫൂട്ട് ഒരു ഫംഗസ് രോഗമാണ്. B3 അത്ലറ്റ്സ് ഫൂട്ടിന് കാരണമാവുന്ന ഫംഗസ് എപ്പിഡെർമോഫൈറ്റൺ ഫ്ലോക്കോസം. അത്ലറ്റ്സ് ഫൂട്ടിന് കാരണമാവുന്ന ഫംഗസിന്റെ പേരെന്താ? എപ്പിഡെർമോഫൈറ്റൺ ഫ്ലോക്കോസം ആണ്. അടുത്ത് മീസിൽസ് എന്ന് പറയുന്ന രോഗത്തിൻ്റെ മലയാളം അഞ്ചാം പനി എന്നാണ്. മീസിൽസ് അല്ലെങ്കിൽ അഞ്ചാം പനി ഒരു വൈറസ് രോഗമാണ് കേട്ടോ. മീസിൽസ് അല്ലെങ്കിൽ അഞ്ചാം പനി ഒരു വൈറസ് രോഗമാണ്. അഞ്ചാം പനിക്ക് കാരണമാകുന്ന വൈറസ് റൂബിയോള വൈറസ് ആണ്. അഞ്ചാം പനിക്ക് കാരണമാകുന്ന വൈറസ്, മീസിൽസിന് കാരണമാകുന്ന വൈറസ് റൂബിയോള വൈറസ് ആണ്. ഓപ്ഷൻ ഈ വൈറസ് ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി നമ്മുടെ സി പേര് 2, C2 വൈറസായി. അടുത്ത് മന്ദരോഗം വിരകൾ കാരണമാണ് ഉണ്ടാകുന്നത് അല്ലേ. മന്ദരോഗം ഉണ്ടാകുന്നത് വിരകളാണ്, ഫൈലേറിയൽ വിരകൾ. മന്ദരോഗം നമുക്ക് പരത്തുന്ന കൊതുക് ഏതെന്ന് ചോദിച്ചാൽ അത് ക്യൂലെക്സ് പെൻ കൊതുകുകളാണ് കേട്ടോ. മന്ദരോഗം നമ്മളിലേക്ക് പരത്തുന്ന കൊതുകുകൾ ഏതെന്ന് ചോദിച്ചാൽ ക്യൂലെക്സ് പെൻ കൊതുകുകളാണ്. മന്ദരോഗം വിരകൾ കാരണം ഉണ്ടാകുന്ന രോഗമാണ്. അപ്പോൾ നമുക്ക് നമുക്ക് ഒന്നുമായി കണക്ട് ചെയ്യാം. D1 മന്ദരോഗം വിരകൾ കാരണം ഉണ്ടാകുന്ന രോഗമാണ്. അപ്പോൾ നമ്മൾ D എന്തുമായിട്ട് കണക്ട് ചെയ്തു? ഒന്നാമത്തതുമായിട്ട് കണക്ട് ചെയ്തു, D1. അപ്പോൾ നമുക്ക് നേരെ ആൻസറിലേക്ക് എത്താൻ പറ്റാ. A4 B3 C2 D1 ഓപ്ഷൻ ബി ആണ് ഇവിടെ ഉത്തരം. ഞാൻ പറഞ്ഞില്ലേ, ആദ്യത്തെ ഒന്ന് തന്നെ കിട്ടുമ്പോൾ ഇതിൽ നമുക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യാം, ആൻസർ എടുത്ത് പോകാൻ പറ്റും. ശരിയായ ജോഡി ഏതെന്നുള്ള രീതിയിലുള്ള ആ ഒരു ചോദ്യത്തിന് നമുക്ക് അങ്ങനെ തന്നെ ഉത്തരം കണ്ടെത്താം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മളൊരു പരീക്ഷ എഴുതുന്ന സമയത്ത് നമ്മുടെ മുന്നിലുള്ള ചോദ്യ പേപ്പറിൽ നമുക്ക് എഴുതാനുള്ള ഉത്തരങ്ങളെല്ലാം ഉണ്ട് അല്ലേ. ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് അതിനകത്ത് നമുക്കുള്ള ഓപ്ഷനിൽ തന്നെ ഉത്തരവുണ്ട്. അതിൽ നിന്ന് ആൻസർ കണ്ടെത്തുന്നതും തെറ്റിനെ ഒഴിവാക്കുന്നതുമായിട്ടുള്ള സ്കില്ല് നിങ്ങൾ എന്ന് രൂപപ്പെടുത്തുന്നോ അന്നൊരു മത്സര പരീക്ഷയിൽ നിങ്ങൾ ഉയർന്ന റാങ്കിലെത്തും. ശ്രദ്ധിച്ചിരിക്കുക, ഞാൻ എന്താ പറഞ്ഞത്? തെറ്റുത്തരങ്ങളെ എലിമിനേറ്റ് ചെയ്യാനും ശരി ഉത്തരങ്ങളിലേക്ക് എത്താനുമുള്ള സ്കില്ല് നിങ്ങൾക്ക് പൂർണ്ണമായി രൂപപ്പെട്ട് വരുമ്പോൾ നിങ്ങളൊരു മത്സര പരീക്ഷയിൽ ഏറ്റവും ഉയർന്ന സ്ഥലങ്ങൾ റാങ്കിലേക്ക് നിങ്ങൾ എത്തിയിരിക്കും. അപ്പോൾ പരീക്ഷ എഴുതി വേണം അത് പ്രാക്ടീസ് ചെയ്യാൻ, എന്നാൽ മാത്രമേ ആ സ്കില്ല് കിട്ടുള്ളൂ. ക്ലിയർ ആക്കുക കേട്ടോ പറഞ്ഞ കാര്യം. അപ്പോഴേ നമ്മുടെ മന്ദരോഗത്തിന് കാരണമാകുന്ന വിരകൾ ഏത് വിരകളാണ്? അത് ഫൈലേറിയൽ വിരകളാണ്. ഫൈലേറിയൽ വിരകൾ. അതേപോലെ തന്നെ ഈ ഫൈലേറിയൽ വിരകളുടെ ശാസ്ത്രീയ നാമം ചോദിച്ചിട്ടുണ്ട്, ഉച്ചറേറിയ ബാൻക്രോഫ്റ്റി. ഫൈലേറിയൽ വിരകൾ ശാസ്ത്രീയ നാമം ഉച്ചറേറിയ ബാൻക്രോഫ്റ്റി. ഫൈലേറിയൽ വിരകൾ ശാസ്ത്രീയ നാമം ഉച്ചറേറിയ ബാൻക്രോഫ്റ്റി. ഫൈലേറിയൽ വിരകളുടെ ശാസ്ത്രീയ നാമം ഉച്ചറേറിയ ബാൻക്രോഫ്റ്റി. പിന്നെ ഫൈലേറിയൽ വിരകൾ ബാധിക്കുന്നത് കാലിനെ അല്ല, ലസികാ വ്യവസ്ഥ അല്ലെങ്കിൽ ലിംഫാറ്റിക് സിസ്റ്റം. അപ്പം മന്ദരോഗം ബാധിക്കുന്നത് ലസികാ വ്യവസ്ഥ അല്ലെങ്കിൽ ലിംഫാറ്റിക് സിസ്റ്റത്തെയാണ്. മന്ദരോഗം ബാധിക്കുന്നത് ആരെയാണോ? ലസികാ വ്യവസ്ഥ അല്ലെങ്കിൽ ലിംഫാറ്റിക് സിസ്റ്റത്തെയാണ് മന്ദരോഗം ബാധിക്കുന്നത്. അതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോയാലോ. ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറയുന്നത് എന്തിനൊക്കെ കാരണമാവും? അപ്പോൾ ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറയുന്നത് എന്തിനൊക്കെ കാരണമാവും? നമുക്ക് നോക്കാം. എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തെ ബാധിക്കുന്നു. ശരിയാണ്, കാരണം എല്ലുകളും പല്ലുകളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കാൽസ്യം ഫോസ്ഫേറ്റ് കൊണ്ടാണ് കേട്ടോ. കാൽസ്യം ഫോസ്ഫേറ്റ് ഉണ്ട്, കാൽസ്യം കാർബണേറ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ അസ്ഥികളുടെ ആരോഗ്യത്തിനുള്ളൊരു മെയിൻ കമ്പോണൻ്റ് ആണ് ഏത്? നമ്മുടെ കാൽസ്യം എന്ന് പറഞ്ഞൊരു മൂലകം. അപ്പോൾ ഈ കാൽസ്യം കുറഞ്ഞു കഴിഞ്ഞാൽ എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യം എന്ത് ചെയ്യണോ? തകരാറിലാവും. ഈ മുതിർന്ന വ്യക്തികളിൽ കാൽസ്യത്തിൻ്റെയൊക്കെ അളവ് കുറയുമ്പോൾ അസ്ഥികൾ പൊടിഞ്ഞു പോകുന്നത് ഓസ്റ്റിയോപോറോസിസിലേക്കും അസ്ഥികൾ ഒടിഞ്ഞു പോകുന്നത് ഓസ്റ്റിയോമലാസിയിലേക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നയിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ? നാഡികളുടെ പ്രവർത്തനങ്ങൾ തകരാറിലാകുന്നു. ഈ നാഡികളുടെ പ്രവർത്തനത്തെയും ആര് ബാധിക്കുന്നുണ്ട്? കാൽസ്യം സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അവരെയും ബാധിക്കും. ഇനി അടുത്ത് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്,
പേശികളുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു. ശരിയാണോ? മസിൽ കോൺട്രാക്ഷൻസിനും ആര് വേണം? കാൽസ്യം വേണം. അപ്പോൾ നാഡികൾക്ക് വേണം, എല്ലിനും പല്ലിനും വേണം, അതേപോലെ തന്നെ മസിൽ കോൺട്രാക്ഷൻസിനും ആരെ വേണം? നമ്മുടെ കാൽസ്യത്തിൻ്റെ ആവശ്യമുണ്ട്. ഇനി അടുത്ത് രക്തം കട്ട പിടിക്കുന്നത് തകരാറിലാക്കുന്നു. ശരിയാണ്. രക്തം കട്ട പിടിക്കാൻ ആവശ്യമായ മൂലകം ഏതാണ് അല്ലെങ്കിൽ ലോഹം ഏതാണ്? കാൽസ്യം. രക്തം കട്ട പിടിക്കുന്നതും തകരാറിലാക്കുന്നുണ്ട്. അപ്പോൾ ആലോചിക്കുക, രക്തം കട്ട പിടിക്കാനും ആര് വേണോ? കാൽസ്യം വേണം. അപ്പോൾ ഈ 4 പ്രസ്താവനകളും ശരിയാണ്. കാൽസ്യവുമായി ബന്ധപ്പെട്ട് 4 പ്രസ്താവനകളും ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ആൻസർ ഓപ്ഷൻ ഡി ആണ്. എന്താ 1, 2, 3, 4 പ്രസ്താവനകളും ശരിയാണ്. അപ്പോഴേ രക്തം കട്ട പിടിക്കുന്നതിനെ പറ്റി കുറച്ച് കാര്യം കൂടെ സ്പീഡിൽ പറഞ്ഞുതരാം. രക്തം കട്ട പിടിക്കുന്ന പ്രക്രിയയെ നമ്മൾ പറയുന്ന പേരാണ് കൊയാഗുലേഷൻ. രക്തം കട്ടപിടിക്കുന്ന പ്രക്രിയയാണ് കൊയാഗുലേഷൻ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന നമ്മളിപ്പോൾ പറഞ്ഞ കാൽസ്യം പറഞ്ഞു, ലോഹം പറഞ്ഞു അല്ലേ, മൊത്തത്തിൽ പറയാം. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്തത്തിലെ കോശം, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്തകോശമാണ് പ്ലേറ്റ്ലെറ്റുകൾ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്തകോശം പ്ലേറ്റ്ലെറ്റുകളാണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഫൈബ്രിനോജൻ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഫൈബ്രിനോജൻ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം കെ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ലോഹം കാൽസ്യം. അപ്പോൾ ഇത്രയും പോയിന്റ് ശ്രദ്ധിച്ചോ. രക്തം കട്ടപിടിക്കുന്ന പ്രക്രിയ കൊയാഗുലേഷൻ. രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ ജീവകം കെ. രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ ലോഹം കാൽസ്യം. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്തകോശങ്ങൾ പ്ലേറ്റ്ലെറ്റുകൾ അല്ലെങ്കിൽ ത്രോംബോസൈറ്റുകൾ. അതേപോലെ തന്നെ രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ പ്ലാസ്മ പ്രോട്ടീനാണ് ഫൈബ്രിനോജൻ. ക്ലിയർ ആയോ? ഇനി രക്തം കട്ട പിടിക്കാതിരിക്കാൻ, അതായത് ബ്ലഡ് ക്ലോട്ടിങ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കൾ അല്ലെങ്കിൽ അത്തരം സാധനങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ആൻറ്റി കൊയാഗുലൻറ്റുകൾ. രക്തം കട്ട പിടിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്നവ അറിയപ്പെടുന്നത് ആൻറ്റി കൊയാഗുലൻറ്റുകൾ. രക്തം കട്ട പിടിക്കാതിരിക്കാൻ അറിയപ്പെടുന്നത് ആൻറ്റി കൊയാഗുലൻറ്റുകൾ. രക്തം കട്ട പിടിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്നവ അറിയപ്പെടുന്നത് എങ്ങനെയാണോ? ആൻറ്റി കൊയാഗുലൻറ്റുകൾ എന്നറിയപ്പെടുന്നു. നമ്മുടെ രക്തത്തിലെ ആൻറ്റി കൊയാഗുലൻ്റ് ആണ് ഹെപ്പാരിൻ. നമ്മുടെ രക്തത്തിലെ ആൻറ്റി കൊയാഗുലൻ്റ് ഹെപ്പാരിൻ. ഏതാണ്? ഹെപ്പാരിൻ. എന്നാൽ അതേപോലെ തന്നെ നമ്മുടെ ഡയാലിസിസ് യൂണിറ്റിൽ രക്തം കട്ട പിടിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്നത് ഹെപ്പാരിൻ. രക്തത്തിലെ ആൻറ്റി കൊയാഗുലൻ്റ് ഹെപ്പാരിൻ. ഡയാലിസിസ് യൂണിറ്റിൽ രക്തം കട്ട പിടിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്നത് ഹെപ്പാരിൻ. അപ്പോൾ നമ്മുടെ വൃക്കകൾ തകരാറിലാകുമ്പോൾ ഒരു കൃത്രിമ വൃക്ക അല്ലെങ്കിൽ ഒരു ഡയാലിസിസ് യൂണിറ്റിലൂടെ കടത്തിവിട്ട് നമ്മുടെ രക്തം ശുദ്ധീകരിക്കും. ആ പ്രോസസ്സാണ് ഡയാലിസിസ്. അതിൽ ആ മെഷീനിനകത്തേക്ക് രക്തം കടത്തിവിടുമ്പോൾ രക്തം കട്ട പിടിക്കാൻ പാടില്ല. അങ്ങനെ കട്ട പിടിക്കാതിരിക്കാൻ നമ്മൾ ഉപയോഗിക്കും? ഹെപ്പാരിൻ ഉപയോഗിക്കും. അപ്പോൾ രക്തം കട്ട പിടിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് ആൻറ്റി കൊയാഗുലൻറ്റുകൾ. രക്തത്തിലെ ആൻറ്റി കൊയാഗുലൻ്റ് ഹെപ്പാരിൻ. കുളയട്ടയുടെ രക്തത്തിലെ ആൻറ്റി കൊയാഗുലൻ്റ് ഏതാ? കുളയട്ടയുടെ രക്തത്തിലെ ആൻറ്റി കൊയാഗുലൻ്റ് നമ്മുടെ ഹിറുഡിൻ. കുളയട്ടയുടെ രക്തത്തിലെ ആൻറ്റി കൊയാഗുലൻ്റ് ഹിറുഡിൻ. കുളയട്ടയുടെ രക്തത്തിലെ ആൻറ്റി കൊയാഗുലൻ്റ് ഹിറുഡിൻ. കുളയട്ടയുടെ രക്തത്തിലെ ആൻറ്റി കൊയാഗുലൻ്റ് ഹിറുഡിൻ. കുളയട്ടയുടെ രക്തത്തിൽ ആരാണ്? ഹിറുഡിൻ. രക്തം കട്ട പിടിക്കാതിരിക്കാൻ നമ്മുടെ ഡയാലിസിസ് യൂണിറ്റിൽ ചേർക്കുന്നത് ഹെപ്പാരിൻ. നമ്മുടെ ബോഡിയിലുള്ളത് ഹെപ്പാരിൻ. കുളയട്ട നമ്മളെ കടിക്കുമ്പോൾ ലീച്ച് എന്ന് പറയും. ലീച്ച് നമ്മളെ കടിച്ചിട്ട് രക്തം കുടിക്കുന്ന ഒരു ജീവില്ലയോ. അപ്പോൾ അതിൻ്റെ രക്തത്തിലുള്ള ആൻറ്റി കൊയാഗുലൻ്റ് ആരെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഹിറുഡിനാണ്. ഇനി നമ്മളെ ബ്ലഡ് ബാങ്കുകളിൽ രക്തം സൂക്ഷിക്കുന്നത്, ബ്ലഡ് ബാങ്കുകളിൽ രക്തം കട്ട പിടിക്കാതിരിക്കാൻ സഹായിക്കുന്നത് സോഡിയം സിട്രേറ്റ്. അപ്പോൾ ബ്ലഡ് ബാങ്കുകളിൽ രക്തം കട്ട പിടിക്കാതിരിക്കാൻ നമ്മളെ സഹായിക്കുന്നത് സോഡിയം സിട്രേറ്റ്. ബ്ലഡ് ബാങ്കുകളിൽ രക്തം കട്ട പിടിക്കാതിരിക്കാൻ നമ്മളെ സഹായിക്കുന്നത് സോഡിയം സിട്രേറ്റ് ആണ്. ബ്ലഡ് ബാങ്കുകളിൽ രക്തം കട്ട പിടിക്കാതിരിക്കാൻ നമ്മളെ സഹായിക്കുന്ന ആരാടോ? സോഡിയം സിട്രേറ്റ്. ഇനി നമ്മൾ ലബോറട്ടറികളിൽ ബ്ലഡ് ചെക്ക് ചെയ്യാൻ കൊടുക്കുമല്ലോ, അവിടെയും എന്ത് ചെയ്യാൻ പാടില്ല? രക്തം കട്ട പിടിക്കാൻ പാടില്ല. അപ്പോൾ ലബോറട്ടറികളിൽ രക്തം കട്ട പിടിക്കാതിരിക്കാനായി ചേർക്കുന്ന രാസവസ്തു അല്ലെങ്കിൽ റിയജന്റ് ഏതെന്ന് ചോദിച്ചാൽ അത് EDTA. എത്തിലീൻ ഡൈഅമൈൻ ടെട്രാ അസറ്റേറ്റ്. EDTA അല്ലെങ്കിൽ എത്തിലീൻ ഡൈഅമൈൻ ടെട്രാ അസറ്റേറ്റ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ 3 ചോദ്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് വസ്തുതകളും ചർച്ച ചെയ്തു. വളരെ ചെറിയ സമയത്തിൽ മാക്സിമം ഫാക്ട് നിങ്ങളിലേക്ക് എത്താനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ ബാക്കി ഭാഗം വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ പറയുന്ന മറ്റു ചോദ്യങ്ങളും മറ്റു ടോപ്പിക്കുമായിട്ട് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും ASAPലൂടെ നിങ്ങളിലേക്ക് കണ്ടുമുട്ടാം. എൻ്റെ പേര് ആരോമൽ. താങ്ക് യു ഓൾ.